മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പൊന്നാനി നഗരസഭ കൗൺസിൽ യോഗത്തിൽ 50-ൽ പരം അജണ്ടകൾ ചർച്ച ചെയ്തു. 50ഓളം അജണ്ടകളായിരുന്നു ഇന്ന് കൌൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നത്. ഭരണ പ്രതിപക്ഷത്തിന്റെ വാക്ക് തർക്കങ്ങൾക്കും ഇന്ന് കൌൺസിൽ യോഗം സാക്ഷ്യം വഹിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അജണ്ട ഉൾപ്പെടെ നിരവധി പൊതുവിഷയങ്ങളും ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ ഉയർന്നു വന്നു. ദുരിതാശ്വാസ ക്യാമ്പ് സംബന്ധിച്ച ആശങ്കകളും നടത്തിപ്പ് സുഗമമായി നടത്തുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമെല്ലാം കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. നിളയോര ടൂറിസവും ബീച്ച് ടൂറിസവും ഉൾപ്പെടെ സ്വകാര്യ പങ്കാളിത്തത്തോടെ വിജയപ്രദമായി നടത്താൻ സാധിക്കുമെന്ന നിർദ്ദേശമാണ് കൌൺസിൽ യോഗത്തിൽ മുന്നോട്ട് വന്നത്. പൊന്നാനി ശക്തി തിയേറ്റർ മുതൽ കുണ്ടുകട വരെയുള്ള പ്രദേശത്ത് തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതായും ഈ പ്രദേശത്ത് തെരുവോര കച്ചവടത്തിനു വേണ്ടി പ്രത്യേക ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ചും കൌൺസിൽ യോഗത്തിൽ ചില സുപ്രധാന നിർദ്ദേശങ്ങൾ വന്നു. 9 പേർക്ക് ഇത് സംബന്ധിച്ച് തൊഴിൽ കാർഡ് നൽകിയതായും നഗരസഭാ ചെയർമാൻ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. കുറ്റിക്കാട് ശ്മശാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിനും പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിനുമായി ശ്മശാന പരിപാലന കമ്മിറ്റി രൂപീകരിക്കാനും ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ ധാരണയായി. അനധികൃത തെരുവോര കച്ചവടക്കാരെ അടിയന്തരമായി നീക്കുന്നതിന് നമ്മുടെ സ്ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ട്രാഫിക് ക്രമീകരണ സമിതിയുടെയും നഗരസഭാ ഭരണസമിതിയുടെയും താല്പര്യപ്രകാരം നമ്മൾ അവിടുന്ന് അവരെ നീക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഏറ്റവും മനോഹരമായ നഗരസഭയുടെ തെരുവോരമായിട്ട് നമ്മൾ അതിനെ സജ്ജീകരിക്കാനാണ് നഗരസഭ ഒരു ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നമുക്ക് ടൗണിൽ പോയാൽ നമുക്കത് കാണാം. തെരുവോരങ്ങളൊക്കെ തന്നെ ചെടിച്ചട്ടികൾ വെച്ച് പിടിപ്പിച്ച് അതിൽ പൂച്ചെടികൾ സജ്ജീകരിച്ച് വളരെ മനോഹരമായ തെരുവുകൾ, എന്നാൽ ആളുകളെ സംബന്ധിച്ചും നല്ല രീതിയിൽ നടപ്പാത ഒരുക്കി കൊടുക്കുക, അത്തരം കാര്യങ്ങൾ നമ്മളൊരു മാതൃകാപരമായിട്ടുള്ള പ്രദേശമായിട്ടാണ് അതിനെ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 9ഓളം തെരുവോര കച്ചവടക്കാർക്ക് നമ്മുടെ സ്ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമുള്ള ലൈസൻസുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള 9 പേരെ കൂടി ഇവിടെ നഗരസഭയുടെ പ്രത്യേകമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനരധിവസിപ്പിക്കുന്നതിനൊരു തീരുമാനമാണ് ഇന്ന് പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ പുനരധിവാസം എന്ന് പറയുന്നത് ഈ NULM അഥവാ നമ്മൾ ഈ സ്ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റിയുടെ നഗര തൊഴിൽ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമിതിയുടെ തീരുമാനവും നമ്മുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ഒരു വെൻഡിംഗ് സോൺ സജ്ജീകരിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ തുടർച്ചയായിട്ട് ഉണ്ടാകും. പൊന്നാനിയിലെ ബീച്ച് ടൂറിസം, അതുപോലെ തന്നെ നിളയോര ടൂറിസം, പുളിക്കക്കടവ്, BM കായൽ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പൊതു പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും താല്പര്യപ്രകാരം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടൂറിസം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള താല്പര്യപത്രം ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് പ്രകാരം നമ്മൾ താല്പര്യപത്രം ക്ഷണിക്കുകയും അതിൽ നമ്മൾ അനുയോജ്യമായ നഗരസഭയ്ക്ക് കൂടുതൽ അനുയോജ്യവും എന്നാൽ ലാഭദായകമായിട്ടുള്ള വരുമാനദായകമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുകയും അത് അടുത്ത കൗൺസിലിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അത് നടപ്പിലാക്കാൻ ഈ ഓണക്കാലത്ത് പൊന്നാനിയിൽ പുതിയ ടൂറിസം സംരംഭങ്ങൾ ആരംഭിക്കാനാണ് ഇന്നത്തെ കൗൺസിൽ പൊതുവെ ധാരണയായിട്ട്. അവതാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളുടെ ചില അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പരിഗണിച്ച് അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നഗരസഭ ചെയ്തു വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ശ്മശാന പരിപാലന സമിതി നിലവിൽ പ്രവർത്തനം നിർജ്ജീവമായിട്ടുള്ള സാഹചര്യത്തിൽ അടിയന്തരമായി ഈ കുറ്റിക്കാട് ശ്മശാനത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ, പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ എത്തുന്ന മൃതദേഹങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുക, അതുപോലെ തന്നെ അവിടെ അസൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവ പരിഹരിക്കുക, വാവ് ബലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ നടക്കുന്ന ബലി ചടങ്ങുകൾക്ക് ആവശ്യമായിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഉൾപ്പെടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി ഉള്ള എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് മേൽനോട്ടം വഹിക്കുന്നതിനുള്ള ഒരു സമിതി എന്നുള്ള നിലയ്ക്ക് കുറ്റിക്കാട് ശ്മശാനം പരിപാലന സമിതി രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.